ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്കമാലി അതിരപ്പള്ളി റൂട്ടിലുള്ള ഒരു പള്ളിയുടെ മുമ്പിലാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സൺസെറ്റ് കാണുക എന്നുള്ളതാണ്. സൺസെറ്റ് എന്ന് പറയുമ്പോൾ ഒരു മലയുടെ മുകളിൽ നിന്ന് പുഴയൊക്കെ കാണുന്ന രീതിയിലൊരു സൺസെറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ മുമ്പിൽ നിന്ന് എടുക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ പള്ളിയുടെ കീഴിൽ വരുന്നൊരു കപ്പേളയുണ്ട് പോകുന്ന വഴിക്ക്. അതിൻ്റെ മുകളിൽ മലമുകളിലാണത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിന്ന് സൺസെറ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കയറുമ്പോൾ കാണാം. കുരിശ് മലയിലേക്ക് കയറാൻ പോവാണ്. നമ്മളീ പോകുന്ന വഴിക്ക് ഇപ്പോൾ പള്ളി കഴിഞ്ഞൊരു ഏകദേശം ഒരു 300-400 മീറ്റർ വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു കുരിശൊക്കെ ആയിട്ട്. നമ്മളിന്ന് കയറ്റാൻ ആരംഭിക്കാൻ വേണം. ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി. അതിനു മുമ്പ് വേഗം ഇവിടെ എത്തണം. ഈ മല കയറി തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടെ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, ഒരു ആരാധനാലയം ആയതുകൊണ്ട് അവിടെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മലയാറ്റൂരൊക്കെ പോലെ തന്നെയാണ് ഏകദേശം. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു കനാൽ നമ്മൾ കാണും. ആ കനാലിൻ്റെ മുകളിൽ കൂടെ ഒരു പാലിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ വേണം നമ്മൾ പോകാൻ. നമ്മുടെ തുമ്പൂർമൊഴി ഡാം, അതായത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ അവിടുത്തെ ആ ഡാമിൽ നിന്നാണ് ഈ കനാലിൽ വെള്ളം വരണത്. ഇത് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് മൂക്കന്നൂർ അങ്ങനെ മേലുള്ളൊക്കെ കടന്നു പോകുന്നൊരു കനാലാണത്. അപ്പോൾ ഇത് കടന്ന് വേണം നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് കയറാൻ. പാലം ക്രോസ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ കുരിശിൻ്റെ വഴിയിൽ 2-ാം സ്ഥലം, 3, 4 അതുപോലെ ഇങ്ങനെ കുറേ ഉണ്ട്. അതിൽ കുറച്ചേ ഉള്ളൂ, ദൂരം കുറച്ചേ ഉള്ളൂ കയറാൻ. പക്ഷേ ഇത് കുത്തനെ ആയതുകൊണ്ട് നമ്മൾ അവശതയാവും. അതുകൊണ്ട് വളരെ പതുക്കെയാണ് നമ്മൾ കയറണത്. ഇവിടെ ഇച്ചിരി പുല്ലൊക്കെ വെട്ടി ഒതുക്കിയിട്ടുണ്ട്. കഴിഞ്ഞാണ് ഞങ്ങൾ വന്നപ്പോൾ നിറയെ പുല്ലായിരുന്നു. നമ്മുടെ തലയ്ക്ക് മുകളിൽ പുല്ലായിട്ട് നിറഞ്ഞു നിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പകുതി വരെ കയറി നല്ലോണം അണച്ചു. കുറച്ചുള്ളെങ്കിലും ഭയങ്കര അവശതയായി, നല്ല ചൂടുണ്ട്. പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ പിറകിൽ നല്ല സൗണ്ട്, വെള്ളം ഒഴുകണതിൻ്റെ. അപ്പം അതൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സൂര്യൻ അസ്തമിക്കാറായിട്ട് നിൽക്കണതുകൊണ്ട് പിന്നെ അവിടെ പുഴയും കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലായിട്ട് ഭംഗി നമുക്ക് മുകളിൽ ചെന്ന് നല്ല വ്യൂ ആയിരിക്കും ഇതിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ മുകളിലേക്കുള്ള കയറ്റം തുടരാം. നടന്നു വന്നു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ നിരപ്പുണ്ട്. അപ്പോൾ വീണ്ടും നോക്കിയപ്പോൾ കുത്തനെ വീണ്ടും കയറ്റം. അത് കയറിക്കൊണ്ടിരിക്കുക.
അന്ന് നമ്മൾ അവസാനം മലയുടെ മുകളിലെത്തി. ഇവിടെ ആരും കാണുന്നില്ല, കൊറോണ ആയതുകൊണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വന്നു. നമ്മൾ ഇടത് വശത്തേക്ക് നോക്കുമ്പോൾ നല്ല കിടക്കാച്ച വ്യൂ ആണ്. ഇതാണ് ആ കപ്പേള. ഇതിൻ്റെ റൈറ്റ് ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലൊരു കാഴ്ച. അവശതയായി നടന്ന്. പക്ഷേ ആ അവശതയൊക്കെ മറക്കണ ഒരു കാഴ്ചയാണിത്. ഇത് കണ്ടോ? ആരോ പെയിൻറ്റിന് വരച്ചാണ് അവർ. സൂര്യ ആ കർമ്മേഘത്തിനുള്ളിൽ ഇങ്ങനെ വിളിച്ചിരിക്കുക. എന്തായാലും താഴ്ന്ന് വരും. നല്ലൊരു കാഴ്ച നമുക്ക് കിട്ടുന്നത് ഉറപ്പാണ്. ഇതാ ചാലക്കുടി ഭാഗത്തേക്ക് ഒഴുകണ പുഴ. ഇത് നമ്മുടെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. റിസോർട്ടുകൾ, മറ്റു കാര്യങ്ങൾ. ആ കാണുന്നത് എണ്ണപ്പനകളൊക്കെയാണ് നിറയെ. അവിടെയാണ് പ്രകൃതി ഗ്രാമം. ഈ കുരിശുമല നമ്മൾ കയറുമ്പോൾ നമുക്ക് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് അവിടെ നമ്മുടെ ആ കാണുന്ന ഭാഗത്ത് പുഴയിലൊക്കെ കുളിച്ച് നമുക്കൊരു വൈകുന്നേരം 5-5:30 6 മണിയോട് കൂടി നമ്മൾ ഈ കുരിശുമലയിൽ കയറുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ആ ഒരു കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ അതിരപ്പള്ളി വാഴച്ചാൽ വാട്ടർഫാൾസ് കണ്ടു കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നമുക്കൊരു സൂര്യ അസ്തമയത്തോടു കൂടി അത് കണ്ട് മനസ്സ് നിറഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരികയാണെങ്കിൽ വൈകുന്നേരം സൺസെറ്റ് കാണുന്ന ഒരു രീതിയിൽ വേണം ഈ കുരിശുമലയിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ട് വരുന്ന ഒരു വീക്കെൻഡിലൊക്കെ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. എന്തായാലും നിരാശപ്പെടില്ല. സൺസെറ്റും മറ്റു കാര്യങ്ങളോടെ കൂടിയാകുമ്പോൾ വളരെ നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. സൺസെറ്റാണ് ഏറ്റവും പ്രധാനമായത്. കാരണം ഇത് ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇത്ര കണ്ടോ, നിങ്ങൾ നോക്കി അവിടുന്ന് ആ പുഴയുടെ ഒരു പശ്ചാത്തലത്തിൽ ചുവന്ന കളറിൽ സൂര്യൻ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിനൊരു കുളിർമ തന്നെ ഉണ്ടാകും. നമ്മളൊരു യാത്ര പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസാനം വളരെ ഭംഗിയോടുകൂടി തന്നെ നമുക്ക് നിർത്താൻ കഴിയും. നമ്മൾ ഈ സ്ഥലത്തെ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ചിലർ ടെൻറ്റ് കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കണത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ടെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ടെൻറ്റൊക്കെ അടിച്ചേച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ആ സൺസെറ്റൊക്കെ കണ്ടിട്ട് ടെൻറ്റിൽ കിടക്കാം. രാവിലെ ആകുമ്പോൾ ആ ഒരു സൂര്യൻ ഉദിച്ച് വരുന്നതും കാണാൻ ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിക്ക് എത്ര ഭംഗിയായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ ചിലപ്പോൾ കിടന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചറായിരിക്കും. കാരണം പാലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം ഇച്ചിരി അവിടെ നീങ്ങിയാണ്. അപ്പോൾ അവിടെയൊക്കെ പുലി വന്ന് ആടുകളൊക്കെ കൊണ്ടുപോകാറുണ്ടെന്ന് ഉണ്ട്. ആ സംഭവം വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നഖവും പല്ലൊക്കെ ഉണ്ടാകാൻ വഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ളൊരു റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ കട്ട വെയിറ്റിങ്ങാണ്. സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. ഇടിയാണി കെട്ടി വെച്ച് മള്ള ചെറുതായിട്ട് പേടിയുണ്ട്. വല്ല പൊക്കത്തല്ലേ നിൽക്കണത്, തുറന്നൊരു സ്ഥലത്താണ് നിൽക്കണത്. അപ്പോൾ ഇടിമിന്നലുണ്ടായി കഴിഞ്ഞാൽ അതൊരു പണിയാവും. അപ്പോൾ ഏകദേശം ഇപ്പോൾ നല്ല വെളിച്ചമായി തുടങ്ങി, സൂര്യൻ പുറത്ത് വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം സൂര്യൻ താഴ്ന്ന് തുടങ്ങിയിട്ടുണ്ട്. ചുമന്ന കളറൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരേണ്ട റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്കമാലിയിൽ നിന്നാണെങ്കിൽ അങ്കമാലി കരിയാമ്പറമ്പ് വഴി അതിരപ്പള്ളി റൂട്ടിലേക്ക് വരാം. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 17 കിലോമീറ്ററാണ് ഈ കുരിശുമലയിലേക്കുള്ളൊരു ദൂരം അങ്കമാലിയിൽ നിന്ന്. അപ്പോൾ അങ്കമാലി ഏഴാറ്റുമുഖം റൂട്ടിൽ മൂക്കന്നൂരൊക്കെ കഴിഞ്ഞ് ഏഴാറ്റുമുഖം പള്ളി കഴിഞ്ഞൊരു 400 മീറ്റർ മാറി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാം റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് കയറിപ്പോണ വഴി. പിന്നെയുള്ള വഴിയെന്ന് വെച്ചാൽ നമുക്ക് ചാലക്കുടി ഭാഗത്ത് ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ഇപ്പോൾ അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിൽ പോകുന്ന ആളുകൾക്ക് വരേണ്ട റൂട്ട്, അതായത് നമ്മുടെ ചാലക്കുടി സിൽവർ സ്റ്റോമിൻ്റെ നേരെ ഓപ്പോസിറ്റ്
പാലം കടന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണപ്പനയുടെ ഇടയിൽ കൂടെ വന്നു കഴിയുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇടത് സൈഡിലായിട്ടാണ് ഈ മല നമുക്ക് കാണാൻ കഴിയും. വന്ന വഴിക്കൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ പ്രകൃതിരാമ ആ വഴിക്കൊക്കെ വരണമെങ്കിൽ നല്ല വ്യൂ ആണ്. നമുക്ക് അകലേന്ന് തുടങ്ങി ഇതിൻ്റെ ഈ മലയുടെ ഒരു വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ നല്ല തോതിൽ ഇവിടെ മഴക്കാറുണ്ട്, നല്ല ഇടിയും വെട്ടണുണ്ട്. സൂര്യനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തന്നെ തിരിച്ച് വന്നിട്ടില്ല. ഇനി സൺസെറ്റൊക്കെ അങ്ങനെ ഇല്ലാണ്ടിരിക്കുമോ ചിലപ്പോൾ സംശയം. ഇച്ചിരി മാറി നോക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഒരു കറുത്ത ഒരു ഇതുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആളിങ്ങനെ ഒളിച്ചിരിക്കുക. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇത് എത്ര നേരം ആളവിടെ ഇരിക്കും നോക്കട്ടെ. എന്തായാലും നിരാശപ്പെടുത്താൻ വഴിയില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. ആ മല കയറി വന്നിട്ട് അത് കാണാതെ പോകാമെന്ന് പറഞ്ഞാൽ വിഷമാവില്ലേ. എന്തായാലും ചിലപ്പോൾ ആൾ കുറച്ച് പുറത്ത് വരും, നമുക്കൊരു സന്തോഷം നൽകുന്നൊരു കാഴ്ച. ഇപ്പോൾ അതൊന്ന് പുറത്ത് വന്നൊന്ന് ആലോചിച്ച് നോക്കി, ചകാന്നിരിക്കുക അവിടെ ആ ഏരിയ. ഇപ്പോൾ തന്നെ ഏകദേശം ചുമന്ന മട്ടിലാണ് അവിടെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും കണ്ണിന് നല്ലൊരു കാഴ്ചയായിരിക്കും. സൂര്യാസ്തമയം പകുതി ആയപ്പോഴേക്കും നല്ല മഴക്കാർ വന്നു. അവിടെ താഴെയൊക്കെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മുകളിൽ ഒരു സൈഡിൽ ഇങ്ങനെ കയറിയിരിക്കണം. മുകളിൽ ഇതിട്ട് മഴ എത്തിയിട്ടില്ല കേട്ടോ. അവിടെയൊക്കെ നല്ല മഴയാണ്. ഒരു കോട പോലെ ഇങ്ങനെ നിറയെ അവിടെ അപ്പുറത്തെ ഭാഗം കാണാൻ പറ്റാതെയായി. എന്തായാലും നല്ല രീതിയിലുള്ളൊരു സൂര്യൻ ഒരു ചുമന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കണ്ടു. പിന്നെ ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. കാരണം ഇവിടെ ആളുകൾ ആരുമില്ല. അതിന് ഇറങ്ങുമ്പോൾ ഇരുട്ടായിരിക്കും. ആ ഭാഗത്തൊക്കെ ഞങ്ങൾ കുരിശുമലയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബ്രസ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു. എന്തായാലും സൂര്യാസ്തമയം കൊണ്ട് അതോടൊപ്പം തന്നെ കോട ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ ആ മല ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ റോഡിലെത്തുമ്പോൾ ഒരു കടയുണ്ട്. ആ കടയുടെ റൈറ്റ് സൈഡിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പുഴയിലേക്ക് എത്തും. അപ്പോൾ നമ്മളെന്തായാലും കയറി ഇറങ്ങി വരുമ്പോഴേക്കും വിശറത്ത് ആകെ അവശതയായിട്ടുണ്ടാവും. നമ്മൾ നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ താഴത്ത് ഈ പുഴയിൽ വന്ന് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി പോകുമ്പോൾ നല്ലൊരു ഉണർവ് നമുക്ക് കിട്ടും. ഇതുണ്ട്, എന്തായാലും നല്ല ഔഷധ ഗുണമുള്ള വെള്ളമായിരിക്കും. കാട്ടിക്കട ഒഴുകുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള മാലിന്യങ്ങളൊന്നും ഈ പുഴയിലുണ്ടാവില്ല. അപ്പോൾ ഇതിൽ കുളിച്ചാലും പനി മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് ഇറങ്ങി മുഖമൊക്കെ കഴുകിയിട്ട് നമ്മുടെ ഈ ഒരു ട്രിപ്പ് നമുക്ക് അവസാനിപ്പിക്കാം. ഇരുട്ടി തുടങ്ങി. എന്തായാലും ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകാം.